വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ, ഐ എം ഷബാന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിനായിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ടും അതേപോലെ തന്നെ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ രണ്ടും സെയിം അളവിൽ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഇത് വേവാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അണ്ടിപ്പരിപ്പ്. ഞാനിപ്പോൾ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുഴുവനായിട്ടുള്ള ഏലക്ക ആണെങ്കിൽ ഒരു 4-5 എണ്ണം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചതാണ് കയ്യിലുള്ളതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലൊരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയിലേക്ക് നമ്മൾ 2 കപ്പോളം പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാന്നുള്ളതും കൂടെ കാണാം. ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂണോളം ചിയാ സീഡാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളതിൽ കസ്കസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കണം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എസൻസ് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ മധുരം നോർമലായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എക്സ്ട്രാ ഒരു മധുരത്തിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത പാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. രണ്ടും തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. തണുത്ത പാലും തണുത്ത വെള്ളമാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെറും പാൽ വെച്ചിട്ട് തന്നെ ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.